നമസ്കാരം, പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം. ശൈത്യകാലം തുടങ്ങിയതോടുകൂടി യുഎഇയുടെ വിവിധ മേഖലകളിൽ ശക്തമായ മൂടൽമഞ്ഞ് തുടരുന്നതായി റിപ്പോർട്ട്. ദൂരക്കാഴ്ച കുറഞ്ഞത് ഗതാഗതത്തെ സാരമായി ബാധിച്ചു. അർദ്ധരാത്രിയോടെ തുടങ്ങുന്ന മൂടൽമഞ്ഞ് പുലർച്ചെ ശക്തമാകുകയും ചെയ്യും. രാവിലെ 9 വരെ മൂടിക്കെട്ടിയ അന്തരീക്ഷം ഉണ്ടാകും. പ്രധാന റോഡുകളിലടക്കം ഇന്നലെയും ഗതാഗത തടസ്സങ്ങളും ഉണ്ടായി. പലയിടങ്ങളിലും അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. എന്നാൽ ആളപായമില്ല. ഇന്നും നാളെയും മൂടൽമഞ്ഞ് തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ മുന്നറിയിപ്പ്. പുലർച്ചെ തണുത്ത കാലാവസ്ഥയാണെങ്കിലും പകൽ നല്ല ചൂടും ഉണ്ട്. അന്തരീക്ഷ ഈർപ്പം കുറഞ്ഞു. തീരദേശ മേഖലയിൽ കാറ്റ് ശക്തമാണ്. പുലർച്ചെ മൂടൽമഞ്ഞ് കണക്കിലെടുത്ത് വാഹനം ഓടിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അബുദാബി, ദുബായ് പോലീസ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഇത്തരമൊരു കാലാവസ്ഥയിൽ സുരക്ഷിതമാക്കാം ഡ്രൈവിംഗ്. കാലാവസ്ഥ വിലയിരുത്തി മാത്രം യാത്ര പുറപ്പെടുക. പ്രതികൂല കാലാവസ്ഥകളിൽ പൊതുവാഹനങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഓഫീസിൽ വൈകുമോ എന്നുള്ള ആശങ്ക അപകട സാധ്യത കൂടുന്നതായിരിക്കും. വൈകുമെന്ന് മുൻകൂട്ടി അറിയിക്കുക. വാഹനങ്ങൾക്ക് പിന്നിലെ ഫോഗ് ലൈറ്റ് ഉപയോഗിക്കുക. റിയർ വ്യൂവിൽ പിന്നിലെ വാഹനം കാണാമോ എന്ന് നോക്കുക. കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വാഹനവും കാണാം. ഇത്തരം സാഹചര്യങ്ങളിൽ ഫോഗ് ലൈറ്റ് ഉപയോഗിക്കേണ്ടതില്ല. മുന്നിലെ ഗ്ലാസിൽ കാഴ്ച വ്യക്തമാക്കുക. യാത്ര ബുദ്ധിമുട്ടാണെങ്കിൽ ഏറ്റവും അടുത്തുള്ള പെട്രോൾ സ്റ്റേഷനിൽ കയറുക. അതിന് സാവകാശമില്ലെങ്കിൽ റോഡിൽ നിന്ന് സുരക്ഷിത അകലത്തിൽ മാറ്റി നിർത്തുക. സർവീസ് റോഡുകളിലേക്ക് മാറുന്നതും സുരക്ഷിതമാണ്. വാഹനങ്ങൾ തമ്മിൽ മതിയായ അകലം പാലിക്കുക. ലൈൻ മാറാതിരിക്കുക. കാഴ്ച മങ്ങിയ ലോ ബീമിൽ ഹെഡ്ലൈറ്റ് ഇടുക. ഹസാർഡ് ലൈറ്റ് അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രം ഉപയോഗിക്കുക. ഹസാർഡ് ലൈറ്റ് തുടർച്ചയായി ഇടുന്നത് മറ്റ് ഡ്രൈവർമാരിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കും. ആവശ്യത്തിനല്ലാതെ ഹസാർഡ് ലൈറ്റ് ഇട്ടാൽ 500 ദിർഹം പിഴയും 4 ബ്ലാക്ക് പോയിന്റുമാണ് ശിക്ഷ. ഓവർടേക്ക് ചെയ്യുന്ന പ്രവണത ഒഴിവാക്കണം. സഡൻ ബ്രേക്കും ഒഴിവാക്കണം. അതോടൊപ്പം തന്നെ വാഹനങ്ങളുടെ എല്ലാ ഭാഗത്തെയും ഗ്ലാസ് നിർബന്ധമായും തുടച്ചു വൃത്തിയാക്കിയിരിക്കണം. ഈ നിബന്ധനകൾ കൃത്യമായി പാലിക്കുക. അപകടം ഒഴിവാക്കാം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.